എം.ആർ. അജിത് കുമാർ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഹൈക്കോടതി. ഉത്തരവ് ലംഘിച്ചുള്ള യാത്ര ദൗർഭാഗ്യകരമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ശനിയാഴ്ചയാണ് അജിത് കുമാർ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കും അതായത് സന്നിധാനത്തേക്കും തിരിച്ച് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. എസ് രാഗനാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗൻ, വളരെ ഗൗരവമുള്ള വീഴ്ച എന്ന സ്വരമാണല്ലോ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, ഉത്തരവുണ്ടായിരുന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ. തീർത്ഥാടകരോ മറ്റ് ആരായാലും ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത്, വാഹനം ഉപയോഗിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ചേർത്ത് നോക്കുമ്പോൾ ശരിയല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ്. അതിൽ വലിയ വീഴ്ചയുണ്ടായ സാഹചര്യത്തിൽ എത്രത്തോളം ഗൗരവം വിഷയത്തിൽ കാണുന്നുണ്ട് ഹൈക്കോടതി? എന്തെങ്കിലും ഈ സംഭവത്തിൽ, ഈ വീഴ്ചയിൽ തുടർ നടപടികൾ പറയുന്നുണ്ടോ? രൂക്ഷ വിമർശനമാണ് ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിരുന്നു. ആ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അതിൽ എം.ആർ. അജിത് കുമാർ നടത്തിയത് ചട്ടവിരുദ്ധമാണെന്നും നിയമലംഘനമാണെന്നുമുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് രൂക്ഷ വിമർശനം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, അതോടൊപ്പം തന്നെ മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച്, പ്രത്യേകിച്ചും ദേവസ്വം ബെഞ്ചാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ യാത്ര ദൗർഭാഗ്യകരമാണ്, അത് മനഃപൂർവ്വം എന്ന കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആംബുലൻസിൽ പോയിക്കൂടെ എന്ന കാര്യവും കോടതി ചോദിച്ചിട്ടുണ്ട്. നേരത്തെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല, രതീഷ് സൂചിപ്പിച്ചതുപോലെ 2021 ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. പ്രത്യേകിച്ചും ചരക്ക് നീക്കത്തിന് മാത്രമാണ് ഈ ട്രാക്ടർ പ്രധാനമായും ഉപയോഗിക്കേണ്ടത് എന്നത്. അതൊക്കെ മറികടന്നുകൊണ്ട് ADGP ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ ഉത്തരവിൽ പ്രധാനമായി, അല്ലെങ്കിൽ ഈ ഹൈക്കോടതി വിമർശനത്തിൽ പ്രധാനമായും പറയുന്നത്. ഇത് അധികാര ദുർവിനിയോഗത്തിന്റെ ആംഗിളിൽ തന്നെയാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കോടതി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ജൂലൈ 12, 13 തീയതികളിലായിരുന്നു എം.ആർ. അജിത് കുമാറിന്റെ വിവാദമായിട്ടുള്ള ട്രാക്ടർ യാത്ര. ശബരിമലയിൽ നവഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജ നടക്കുന്ന ഘട്ടത്തിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തിയത് എന്നതാണ് വ്യക്തമാകുന്നത്. ചെളിക്കുഴി ഭാഗത്ത് നിന്ന് ട്രാക്ടറിൽ കയറിയ എം.ആർ. അജിത് കുമാർ നേരെ ശബരിമലയിൽ പോയി. അവിടെ നിന്നും യാത്ര തിരിച്ച് ചെളിക്കുഴി ഭാഗത്തേക്ക് പിറ്റേ ദിവസം 1 മണിയോടുകൂടി, 13-ാം തീയതി 1 മണിയോടുകൂടി നടത്തി. ആ വിവരമാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. പ്രധാനപ്പെട്ട തെളിവുകൾ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് രൂക്ഷ വിമർശനം ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രാക്ടർ, അതിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടാകൂ, അത് ചരക്ക് നീക്കത്തിന് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് സന്നിധാനത്തേക്ക്. ഇതൊന്നും, ഈ നിയമവും ഈ ചട്ടവും ഒന്നും അറിയാത്ത ആളല്ല ADGP എം.ആർ. അജിത് കുമാർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അധികാര ദുർവിനിയോഗം എന്ന വാക്ക് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം വയ്യ എങ്കിൽ, എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിച്ചുകൂടെ എന്നുകൂടി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്തുള്ള ഗൗരവമായ ഇടപെടലും രൂക്ഷ വിമർശനം, അതിന്റെ തുടർച്ചയായി SP-യോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഴ്ചയുണ്ടായത്, ഉത്തരവിന്റെ ലംഘനമുണ്ടായത്, SP വിശദീകരിക്കണം എന്നാണ് കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്.